ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 25ാമത്തെ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ചെയ്യും, ചെയ്യുമോ, ചെയ്യില്ല, ചെയ്യില്ലേ തുടങ്ങിയ ആശയങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചാർട്ട് കാണാം. ആ ചാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്യും എന്നുള്ള ഹെഡിങ്ങിന് താഴെ നിങ്ങൾക്ക് കാണാം ഐ വിൽ ഡു. ഈ ചെയ്യും എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വിൽ ഡു എന്നാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ കൂടെ ഐ എന്നുള്ള ഒരു സബ്ജക്റ്റ് കൂട്ടിച്ചേർത്തപ്പോൾ ഐ വിൽ ഡു, ഞാൻ ചെയ്യും എന്നുള്ള അർത്ഥമായി മാറി. അങ്ങനെയെങ്കിൽ നമുക്ക് ആരോടെങ്കിലും നിങ്ങൾ ചെയ്യുമോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കണമെങ്കിൽ ഇതാണ് അതിൻ്റെ ആശയം, വിൽ യു ഡു എന്നുള്ളതാണ്. വിൽ യു ഡു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ എന്നുള്ളതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഭാവിയിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് വിൽ എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം സബ്ജക്റ്റ് ഏതാണോ അതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വിൽ യു ഡു എന്നുള്ള ആശയത്തിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്യുമോ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ യു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമോ എന്നുള്ളതായി മാറിയത്. അപ്പോൾ ഐ വിൽ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, വിൽ യു ഡു നിങ്ങൾ ചെയ്യുമോ എന്നുള്ള അർത്ഥം. എന്നാൽ ഞാൻ ചെയ്യില്ല എന്നാണെങ്കിൽ ഐ വോണ്ട് ഡു എന്നാണ് പറയുക. ഇവിടെ വോണ്ട് ഡു എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വോണ്ട് ഡു എന്നുള്ളത്, വോണ്ട് എന്നത് ഉദ്ദേശിച്ചത് വിൽ നോട്ട് ആണ്. ഓക്കെ, വിൽ നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് വോണ്ട് എന്നുള്ളത്. നമ്മൾ ഡു നോട്ട് എന്നൊക്കെ പറയാറില്ലേ, ഡു നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ഡോണ്ട് എന്നുള്ളത്. കനോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് കാണ്ട് എന്നുള്ളത്. അതുപോലെ വിൽ നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് എന്ത്, വോണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഐ വിൽ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഐ വിൽ നോട്ട് ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ വിൽ നോട്ടിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഷോർട്ട് ആക്കിയിട്ട് വോണ്ട് എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഐ വോണ്ട് ഡു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇവിടെ എഴുതിയിട്ടുണ്ട് ചെയ്യില്ല എന്നുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ ഐ വോണ്ട് ഡു ഞാൻ ചെയ്യില്ല അല്ലേ, ഐ വോണ്ട് ഡു ഞാൻ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യില്ലേ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കണമെങ്കിൽ ചെയ്യുമോ എന്നുള്ളത് വേറൊരു രീതിയാണ്, ചെയ്യില്ലേ എന്നുള്ളത് വേറൊരു രീതിയാണ്. ഒന്ന് പോസിറ്റീവ് ക്വസ്റ്റ്യനും മറ്റൊന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ വോണ്ട് യു ഡു എന്നുള്ളതാണ് ചോദിക്കുക. ഇവിടെ വില്ല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന പോലെ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോണ്ട് എന്നുള്ളതിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ വോണ്ട് യു ഡു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യില്ലേ, ഇവിടെ സബ്ജക്റ്റ് യു ആണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യില്ലേ എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആശയങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഐ വിൽ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, വിൽ യു ഡു നിങ്ങൾ ചെയ്യുമോ, ഐ വോണ്ട് ഡു ഞാൻ ചെയ്യില്ല, വോണ്ട് യു ഡു നിങ്ങൾ ചെയ്യില്ലേ. ഇപ്പോൾ ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ വെച്ചുകൊണ്ട് ഈ ചെയ്യും, ചെയ്യുമോ, ചെയ്യില്ല, ചെയ്യില്ലേ എന്നുള്ള ആശയങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സ്ഥലങ്ങളിലും ഡു തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അഥവാ നമ്മൾ വെർബിൻ്റെ സെക്കൻഡ് ഫോമോ തേർഡ് ഫോമോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഫോം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നോക്കാം, ദേ വിൽ ഡു. ദേ വിൽ ഡു എന്ന് പറഞ്ഞാൽ എന്താ, അവർ ചെയ്യും. വിൽ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യും എന്നാണ്. അപ്പോൾ ദേ വിൽ ഡു എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. ചോദ്യമാക്കാൻ വില്ലിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു, വിൽ ദേ ഡു അവർ ചെയ്യുമോ. ദേ വോണ്ട് ഡു അവർ ചെയ്യില്ല. വോണ്ട് ദേ ഡു അവർ ചെയ്യില്ലേ. ഒന്നുകൂടി പറയാം, ദേ വിൽ ഡു അവർ ചെയ്യും, വിൽ ദേ ഡു അവർ ചെയ്യുമോ, ദേ വോണ്ട് ഡു അവർ ചെയ്യില്ല, വോണ്ട് ദേ ഡു അവർ ചെയ്യില്ലേ. നെക്സ്റ്റ് വൺ, ഹി എന്നുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഹി വിൽ ഡു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും. എന്നാൽ അവൻ ചെയ്യുമോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ വില്ലിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ഹിയെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ വിൽ ഹി ഡു. ഓക്കെ, വിൽ ഹി ഡു എന്ന് ചോദിച്ചാൽ അവൻ ചെയ്യുമോ എന്നുള്ള അർത്ഥമാണ്. കാരണം ഇവിടെ ഹി ആണ് സബ്ജക്റ്റ്. അവൻ ചെയ്യില്ല എന്നാണെങ്കിൽ ഹി വോണ്ട് ഡു അവൻ ചെയ്യില്ല. അവൻ ചെയ്യില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ വോണ്ട് ഹി ഡു അവൻ ചെയ്യില്ലേ. എന്നാൽ അവൾ എന്നുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഷീ വിൽ ഡു അവൾ ചെയ്യും. അവൾ ചെയ്യുമോ, വിൽ ഷീ ഡു അവൾ ചെയ്യില്ല, ഷീ വോണ്ട് ഡു അവൾ ചെയ്യില്ലേ, വോണ്ട് ഷീ ഡു. ഓക്കെ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഈ 4 കാറ്റഗറിയിൽ. അഥവാ ഇതിനെ പറയുന്നത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് പറയുക, പോസിറ്റീവ് ആൻസർ എന്ന് ഫസ്റ്റ് കോളത്തിന് പറയും, രണ്ടാമത്തെ കോളത്തിന് പറയുക പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയും, മൂന്നാമത്തെ കോളത്തിന് പറയുക
നെഗറ്റീവ് ആൻസർ എന്ന് പറയും. നാലാമത്തെ കോളത്തിന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ പോസിറ്റീവ് ആൻസർ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ആൻസർ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ഈ 4 കോളങ്ങൾ. ഇത് നമുക്ക് ഏതൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ കിട്ടിയാലും ആ സെൻറ്റൻസിനെ ഈ 4 കാറ്റഗറിയിൽ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഷി വിൽ ഡു, വിൽ ഷീ ഡു, ഷി വോണ്ട് ഡു, വോണ്ട് ഷീ ഡു. ഇനി നമുക്ക് ടോം എന്നുള്ള അഥവാ ഹി എന്നുള്ളതിന് പകരം ഒരു ഇംഗ്ലീഷ് നെയിം കൊടുത്തിട്ടുണ്ട്, ടോം. അപ്പോൾ ടോം വിൽ ഡു എന്ന് പറഞ്ഞാൽ ടോം ചെയ്യും എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ ടോം ചെയ്യുമോ, വിൽ ടോം ഡു. ടോം ചെയ്യില്ല, ടോം വോണ്ട് ഡു. ടോം ചെയ്യില്ലേ, വോണ്ട് ടോം ഡു. ഓക്കെ, എന്നാൽ ടോമിന് പകരം എൻ്റെ ഫാദർ ആണെങ്കിൽ എങ്ങനെ പറയാം? എൻ്റെ ഫാദർ ചെയ്യും. മൈ ഫാദർ വിൽ ഡു. എൻ്റെ ഫാദർ ചെയ്യും. നിങ്ങളുടെ ഫാദർ ചെയ്യുമോ എന്ന് ചോദിക്കണമെങ്കിൽ വിൽ യുവർ ഫാദർ ഡു. നിങ്ങളുടെ ഫാദർ ചെയ്യുമോ? എൻ്റെ ഫാദർ ചെയ്യില്ല എന്നാണെങ്കിൽ മൈ ഫാദർ വോണ്ട് ഡു. എൻ്റെ ഫാദർ ചെയ്യില്ല. നിങ്ങളുടെ ഫാദർ ചെയ്യില്ലേ, വോണ്ട് യുവർ ഫാദർ ഡു. നിങ്ങളുടെ ഫാദർ ചെയ്യില്ലേ. അപ്പം ചെയ്യും, ചെയ്യുമോ, ചെയ്യില്ല, ചെയ്യില്ലേ തുടങ്ങിയ ആശയങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് കുറച്ച് സബ്ജക്റ്റുകളിൽ ഇതിൻ്റെ ആശയങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആശയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ തുടക്കം മുതൽ തന്നെ ഓരോ ലെസണിലും പറയുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ എല്ലാ ആശയങ്ങളിലും ഡു എന്നുള്ളതിനെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഡു എന്നുള്ളതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്തരം ആശയങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് എക്സാമ്പിൾ 1-2 ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ചാർട്ടിൽ ഡു എന്ന് കാണുന്ന സ്ഥലത്തൊക്കെ ഡുവിൻ്റെ ഡ്യൂപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് മറന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഡുവിൻ്റെ ഡ്യൂപ്ലിക്കേഷൻസ്? ഡു എന്നുള്ളത് ഒരു വെർബാണെങ്കിൽ ആ ഡൂവിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മറ്റു വെർബുകളെല്ലാം ഡൂവിൻ്റെ ഡ്യൂപ്ലിക്കേഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡു എന്ന് പറയുമ്പോൾ ചെയ്യുക എന്നാണെങ്കിൽ പ്ലേ എന്ന് പറയുമ്പോൾ കളിക്കുക, റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതുക, റീഡ് എന്ന് പറയുമ്പോൾ വായിക്കുക, കോൾ എന്ന് പറയുമ്പോൾ വിളിക്കുക. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഈ ഡൂവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഐ വിൽ ഡൂവിന് പകരം ഞാൻ ജസ്റ്റ് ഐ വിൽ കോൾ എന്നാക്കുക, കോൾ എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡു എന്നുള്ള സ്ഥലത്തൊക്കെ ഇനി എന്താവണം, കോൾ എന്നാവണം. അപ്പോൾ എങ്ങനെ മീനിങ് വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഐ വിൽ കോൾ, ഞാൻ വിളിക്കും. വിൽ യു കോൾ, നീ വിളിക്കുമോ? ഐ വോണ്ട് കോൾ, ഞാൻ വിളിക്കില്ല. വോണ്ട് യു കോൾ, നീ വിളിക്കില്ലേ? ദേ വിൽ കോൾ, അവർ വിളിക്കും. വിൽ ദേ കോൾ, അവർ വിളിക്കുമോ? ദേ വോണ്ട് കോൾ, അവർ വിളിക്കില്ല. വോണ്ട് ദേ കോൾ, അവർ വിളിക്കില്ലേ? ഹി വിൽ കോൾ, അവൻ വിളിക്കും. വിൽ ഹി കോൾ, അവൻ വിളിക്കുമോ? ഹി വോണ്ട് കോൾ, അവൻ വിളിക്കില്ല. വോണ്ട് ഹി കോൾ, അവൻ വിളിക്കില്ലേ? ഷീ വിൽ കോൾ, അവൾ വിളിക്കും. വിൽ ഷീ കോൾ, അവൾ വിളിക്കുമോ? ഷീ വോണ്ട് കോൾ, അവൾ വിളിക്കില്ല. വോണ്ട് ഷീ കോൾ, അവൾ വിളിക്കില്ലേ? ടോം വിൽ കോൾ, ടോം വിളിക്കും. വിൽ ടോം കോൾ, ടോം വിളിക്കുമോ? ടോം വോണ്ട് കോൾ, ടോം വിളിക്കില്ല. വോണ്ട് ടോം കോൾ, ടോം വിളിക്കില്ലേ? മൈ ഫാദർ വിൽ കോൾ, എൻ്റെ ഫാദർ വിളിക്കും. വിൽ യുവർ ഫാദർ കോൾ, നിങ്ങളുടെ ഫാദർ വിളിക്കുമോ? മൈ ഫാദർ വോണ്ട് കോൾ, എൻ്റെ ഫാദർ വിളിക്കില്ല. വോണ്ട് യുവർ ഫാദർ കോൾ, നിങ്ങളുടെ ഫാദർ വിളിക്കില്ലേ? ഇപ്പോൾ ഇവിടെ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ഡു എന്നുള്ളതിനെ നമ്മൾ കോൾ എന്നുള്ള ഒരു ഡ്യൂപ്ലിക്കേഷൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ആകെ ഒരൊറ്റ ഡ്യൂപ്ലിക്കേഷൻസ്, ഡുവിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടുള്ള കോൾ എന്ന് വെച്ച് മാത്രമാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം വേർബ്സ് അറിയാം, ആ വേർബുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരം ആശയങ്ങളിലൂടെ സംസാരിച്ച് പഠിക്കുക. ഈ ആശയങ്ങൾ തറമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യും, ചെയ്യുമോ, ചെയ്യില്ല, ചെയ്യില്ലേ തുടങ്ങിയ ആശയങ്ങൾ സംസാരിക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടി, പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡും നിങ്ങൾക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ലെസൺസ് കണ്ടതുകൊണ്ട് യു കനോട്ട് സ്പീക്ക്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സംസാരിക്കാൻ കഴിയില്ല. ഈ ആശയങ്ങളിലൂടെ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ ആ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നിങ്ങളെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. അപ്പോൾ പ്രാക്ടീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ആശയങ്ങളിലൂടെ ഒരുപാട് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഐ എം ഷുവർ ദാറ്റ്, ഉറപ്പാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെന്നുള്ളത്. കാരണം എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ ഈസി ആയിട്ട് ഏതൊരു ബിഗിനേഴ്സിനും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക്
ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഡു എന്നുള്ളതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ കോൾ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഗോ. ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോവുക അല്ലേ? അപ്പോൾ ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പോകും. വിൽ യു ഗോ? നീ പോകുമോ? ഞാൻ പോകില്ല. ഐ വോണ്ട് ഗോ. നീ പോകില്ലേ? വോണ്ട് യു ഗോ? അവർ പോകും. ദേ വിൽ ഗോ. അവർ പോകുമോ? വിൽ ദേ ഗോ? അവർ പോകില്ല. ദേ വോണ്ട് ഗോ. അവർ പോകില്ലേ? വോണ്ട് ദേ ഗോ? അവൻ പോകും. ഹി വിൽ ഗോ. അവൻ പോകുമോ? വിൽ ഹി ഗോ? അവൻ പോകില്ല. ഹി വോണ്ട് ഗോ. അവൻ പോകില്ലേ? വോണ്ട് ഹി ഗോ? അവൾ പോകും. ഷീ വിൽ ഗോ. അവൾ പോകില്ലേ? വിൽ ഷീ ഗോ? അവൾ പോകില്ല. ഷീ വോണ്ട് ഗോ. അവൾ പോകില്ലേ? വോണ്ട് ഷീ ഗോ? ടോം പോകും. ടോം വിൽ ഗോ. ടോം പോകുമോ? വിൽ ടോം ഗോ? ടോം പോകില്ല. ടോം വോണ്ട് ഗോ. ടോം പോകില്ലേ? വോണ്ട് ടോം ഗോ? എൻ്റെ ഫാദർ പോകും. മൈ ഫാദർ വിൽ ഗോ. നിങ്ങളുടെ ഫാദർ പോകുമോ? വിൽ യുവർ ഫാദർ ഗോ? എൻ്റെ ഫാദർ പോകില്ല. മൈ ഫാദർ വോണ്ട് ഗോ. എൻ്റെ ഫാദർ പോകില്ലേ? വോണ്ട് യുവർ ഫാദർ ഗോ? ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വെർബ് ഉപയോഗിച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. കം. കം എന്ന് പറഞ്ഞാൽ എന്താ? വരിക. അപ്പൊ നോക്കാം. ഐ വിൽ കം. ഞാൻ വരും. വിൽ യു കം? നീ വരുമോ? ഐ വോണ്ട് കം. ഞാൻ വരില്ല. വോണ്ട് യു കം? നീ വരില്ലേ? ദേ വിൽ കം. അവർ വരും. വിൽ ദേ കം? അവർ വരുമോ? ദേ വോണ്ട് കം. അവർ വരില്ല. വോണ്ട് ദേ കം? അവർ വരില്ലേ? ഹി വിൽ കം. അവൻ വരും. വിൽ ഹി കം? അവൻ വരുമോ? ഹി വോണ്ട് കം. അവൻ വരില്ല. വോണ്ട് ഹി കം? അവൻ വരില്ലേ? ഷീ വിൽ കം. അവൾ വരും. വിൽ ഷീ കം? അവൾ വരുമോ? ഷീ വോണ്ട് കം. അവൾ വരില്ല. വോണ്ട് ഷീ കം? അവൾ വരില്ലേ? ടോം വിൽ കം. ടോം വരും. വിൽ ടോം കം? ടോം വരുമോ? ടോം വോണ്ട് കം. ടോം വരില്ല. വോണ്ട് ടോം കം? ടോം വരില്ലേ? മൈ ഫാദർ വിൽ കം. എൻ്റെ ഫാദർ വരും. വിൽ യുവർ ഫാദർ കം? നിങ്ങളുടെ ഫാദർ വരുമോ? മൈ ഫാദർ വോണ്ട് കം. എൻ്റെ ഫാദർ വരില്ല. വോണ്ട് യുവർ ഫാദർ കം? നിങ്ങളുടെ ഫാദർ വരില്ലേ? ഇപ്പോൾ ഡു വെച്ച് നമ്മൾ പറഞ്ഞു, ഗോ വെച്ച് പറഞ്ഞു, കം വെച്ച് പറഞ്ഞു, കോൾ വെച്ച് പറഞ്ഞു. 4 വേർബ്സ് വെച്ച് മാത്രമേ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ഒട്ടനവധി വേർബ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി വെർബിൻ്റെ കൂടെ തന്നെ ടൈം എലമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ലാർജ് സെൻറ്റൻസുകൾ നമുക്ക് ഇത്തരം ആശയങ്ങളിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിൽ എന്നുള്ള ഒരു ഇത് ഉപയോഗിച്ച് തന്നെ ഞാൻ വലിയ ലാർജ് ആയിട്ടുള്ള ഒരു ലെസൺ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അടുത്ത ലെസൺ. അപ്പോൾ ആ ലെസൺ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ലെസൺസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അവരെ കൂടി സംസാരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ടീമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടി എഫക്റ്റീവ് ആവും എൻ്റെ ലെസൺസ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എനിവേ, നിങ്ങൾ നിരന്തരം എൻ്റെ വീഡിയോസ് കാണുകയും എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് എ ലോട്ട്. എനിവേ, നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ലെസണുമായിട്ട്.